ബിസിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു എക്സ്പെരിമെന്റൽ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? പരീക്ഷണങ്ങൾ പല വിധത്തിലുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന 3 സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. പഠിക്കുന്ന പിള്ളേർക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ആസിഡ്, ബേസ്, ആൽക്കലി എന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് ഞാനിന്ന് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഇന്നത്തെ പരീക്ഷണം എന്ന് പറയുന്നത്, അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, തുണിയൊക്കെ നനയ്ക്കുന്ന സാധാരണ ബാർ സോപ്പും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ പരീക്ഷണം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ പരീക്ഷണം ഒന്നും ആയിട്ട് ആരും ചിന്തിക്കേണ്ട. ഇതൊരു ചെറിയ എക്സ്പെരിമെന്റ് ആണ്. വേറെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതുമയാണ്, എന്നാൽ ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്ന കാര്യവുമാണ്. അപ്പൊ എന്താണ് എക്സ്പെരിമെന്റ് എന്ന് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരും. അതിനുശേഷം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമുക്ക് എന്നാ നമ്മുടെ പരീക്ഷണത്തിലേക്ക് പോയാലോ? പോകാം നമ്മുടെ പരീക്ഷണത്തിലേക്ക്. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ ബാർ സോപ്പിന് എന്ത് ചെയ്യുന്നു, ഈ വെള്ളത്തിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെറും പച്ചവെള്ളമാണ്, ഇതിനകത്ത് വേറെ ഒന്നും എടുത്തിട്ടില്ല. ബാർ സോപ്പിന് എന്ത് ചെയ്യാണ്, ഈ വെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാർ സോപ്പ് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്നും ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ബാർ സോപ്പ് മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് നോക്കാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളിന്റെ നിറം എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് മഞ്ഞളിന്റെ നിറം എന്ന് പറയുന്നത്? മഞ്ഞ നിറമാണ്. പക്ഷെ നമ്മൾ ഈ സോപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് മഞ്ഞൾ ഇട്ടപ്പോഴത്തേക്ക് സംഭവിച്ചത് കണ്ടോ? മഞ്ഞളിന്റെ നിറം ചുവപ്പ് നിറമായിട്ട് മാറി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മഞ്ഞൾ ചുവന്ന നിറത്തിലാണ് മാറിയിരിക്കുന്നത്. ചുവപ്പ് നിറമായിട്ട് മഞ്ഞൾപ്പൊടി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. അപ്പോൾ അതിനകത്ത് എന്തായാലും ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ക്ഷമിക്കുക, ഈ വീഡിയോ കണ്ട് സമയം കളയണമെന്നില്ല. ബാക്കി ഇത് അറിഞ്ഞുകൂടാത്തവർ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബാക്കി വീഡിയോ കാണാവുന്നതാണ്. 2 ഗ്ലാസ് എടുക്കുകയാണ്. 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത്, ഒന്നില് വെറും മഞ്ഞൾപ്പൊടിയും മറ്റൊന്നില് മഞ്ഞൾപ്പൊടിയും സോപ്പും കൂടി കലർത്തിയ ആ സൊല്യൂഷനും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഗ്ലാസ് എടുക്കുന്നത്. എന്നാലേ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 1 ഗ്ലാസ്സിൽ ഇത് വെറും പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അടുത്ത ഗ്ലാസ്സിനകത്ത് നമ്മുടെ തുണിയൊക്കെ കഴുകുന്ന സാധാരണ ബാർ സോപ്പ് ഇതാ നന്നായിട്ട് ഞാൻ ഇതിനകത്തേക്ക് സോപ്പ് കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പരീക്ഷണത്തിനായിട്ട് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒന്നിനകത്ത് സോപ്പ് കലക്കിയ വെള്ളവും മറ്റൊന്നിൽ ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം. നമുക്കിതിനകത്തേക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. ഇത് വെറും പച്ചവെള്ളമാണ്. സാധാരണ പച്ചവെള്ളത്തിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി കലക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് സാധാരണ മഞ്ഞൾപ്പൊടി വെള്ളം കലക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നിറം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് നിറമാറ്റമൊന്നുമില്ല. മഞ്ഞ നിറത്തിൽ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് സോപ്പ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിലോട്ട് കലക്കുകയാണ്. നമ്മളിട്ട മഞ്ഞൾപ്പൊടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. പ്രകൃതിദത്തമായ ചായമാണ് മഞ്ഞൾ. അതിൽ കുർക്കുമിൻ എന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നു. ഇത് അതിന്റെ സ്വഭാവ ഗുണമുള്ള മഞ്ഞ നിറം നൽകുന്നു. സോപ്പ്, ഡിറ്റർജന്റുകൾ പോലുള്ള ആൽക്കലൈൻ പദാർത്ഥങ്ങളുമായി മഞ്ഞൾ സമ്പർക്കം പുലർത്തുമ്പോൾ ലായനിയുടെ pH മാറുന്നു. pH മൂല്യത്തിലെ ഈ മാറ്റം മഞ്ഞളിന്റെ നിറം മഞ്ഞയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുന്നതിന് കാരണമാകും. മഞ്ഞളിലെ കുർക്കുമിനും ഡിറ്റർജന്റിലെ അല്ലെങ്കിൽ സോപ്പിലെ ആൽക്കലൈൻ പദാർത്ഥങ്ങളും തമ്മിലുള്ള
രാസപ്രവർത്തനം മൂലമാണ് നിറം മാറ്റം സംഭവിക്കുന്നത്. ആൽക്കലൈൻ പരിതസ്ഥിതിയിൽ കുർക്കുമിൻ അയോണൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. അവിടെ തന്മാത്രയുടെ ഘടന മാറുന്നു. ഘടനയിലെ ഈ മാറ്റം കുർക്കുമിൻ തന്മാത്രകൾ പ്രകാശം ആഗിരണം ചെയ്യുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന രീതിയെ മാറ്റുന്നു. അതിന്റെ ഫലമായി മഞ്ഞയിൽ നിന്ന് ചുവപ്പിലേക്ക് നിറം മാറുന്നു. രസതന്ത്ര പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സിൽ pH സൂചകങ്ങളുടെ ലളിതമായ പ്രകടനമായി ഈ പ്രതിഭാസം ഉപയോഗിക്കാറുണ്ട്. മഞ്ഞളിന് pH സൂചകമായി പ്രവർത്തിക്കാൻ കഴിയും. പരിസ്ഥിതിയുടെ അസിഡിറ്റിയിലോ ക്ഷാരത്തിലോ ഉള്ള മാറ്റങ്ങളോടുള്ള പ്രതികരണമായി നിറം മാറുന്നു. Why the turmeric yellow turns red with detergents or soap? Turmeric is a natural dye that contains a compound called curcumin, which gives it its characteristic yellow color. When turmeric comes into contact with alkaline substances such as detergents, the pH of the solution changes. This change in pH can cause the color of the turmeric to shift from yellow to red. The color change occurs due to a chemical reaction between the curcumin in turmeric and the alkaline substances in the detergent or soap. In an alkaline environment, curcumin undergoes a process called ionization, where the structure of the molecule changes. This change in structure alters the way light is absorbed and reflected by the curcumin molecules, resulting in a shift in color from yellow to red. This phenomenon is often used as a simple demonstration of pH indicators in chemistry experiments. Turmeric can act as a pH indicator, changing color in response to changes in the acidity or alkalinity of its environment. Thank you.